ഒഡീസിയസ്, ട്രോജൻ യുദ്ധത്തിലെ വീരന്മാരിൽ ഒരാൾ, ഇത്താക്കയിലെ രാജാവ്, ലേർട്ടീസിന്റെയും ആന്റിക്ലേയുടെയും മകൻ, പെനിലോപ്പിയുടെ ഭർത്താവും എലിമാക്കസിന്റെ അച്ഛനും, ശക്തനും കൗശലശാലിയുമായ ഒഡീസിയസ് അഥീനാദേവിക്ക് പ്രിയങ്കരനാണ്. ഉഗ്രകോപിയായ പൊസൈഡൻ ദേവന് ഒഡീസിയസിനോടുള്ള വിരോധം ട്രോജൻ യുദ്ധം കഴിഞ്ഞുള്ള അയാളുടെ മടക്കയാത്രയെ 10 വർഷം നീണ്ടതാക്കി. ആ ദുർഘടയാത്രയുടെ കഥയാണ് ഒഡീസി. റോമൻ ഐതിഹ്യങ്ങളിൽ യൂലിസസ് എന്ന പേരിലാണ് ഒഡീസിയസ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഒഡീസിയിലെ കുറച്ച് മികച്ച അല്ലെങ്കിൽ മുൻനിര കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ടെലിമാക്കസ്, ഒഡീസിയസിന്റെയും പെനോലോപ്പിയുടെയും ഏക മകൻ. അവൻ 1 മാസം പ്രായമുള്ളപ്പോഴാണ് ഒഡീസിയസ് ട്രോജൻ യുദ്ധത്തിന് പോയത്. ഒഡീസിയിലെ കഥ ആരംഭിക്കുമ്പോൾ ടെലിമാക്കസിന് ഏകദേശം 20 വയസ്സുണ്ട്. അമ്മയെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹവുമായി വന്ന് കൂടിയിരിക്കുന്ന കാമപരീക്ഷയെ നേരിടുവാനായി ടെലിമാക്കസ് പിതാവിനെ അന്വേഷിച്ച് പുറപ്പെടുന്നതാണ് ഒഡീസിയസിലെ ഇതിവൃത്തങ്ങളിൽ ഒന്ന്. പെനലോപ്പി, ഒഡീസിയസിന്റെ ഭാര്യ, ടെലിമാക്കസിന്റെ അമ്മ, ഹെലന്റെ പിതാവ് തിൻഡാരിയൂസിന്റെ സഹോദരൻ ഐക്കോറിയസിയുടെ മകൾ. ഹെലന്റെ സ്വയംവരത്തിനെത്തിയ ഒഡീസിയസിനെ അവൾ നൽകുവാൻ കഴിയാത്തതിൽ വിഷമം തോന്നി തിൻഡാരിയൂസ് ആണ് സഹോദരപുത്രനായ പെനലോപ്പിയെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. അഥീന, ദേവരാജാവായ സിയൂസിന്റെ മകൾ, ജ്ഞാനത്തിന്റെയും മനഃപൂർവ്വമുള്ള ഏറ്റുമുട്ടലിന്റെയും ലാസ്യകലകളുടെയും അതിദേവത. ട്രോജൻ യുദ്ധത്തിൽ ഗ്രീക്ക് പക്ഷത്തെ സഹായിച്ച അഥീനയ്ക്ക് പ്രിയങ്കരനാണ് ഒഡീസിയസും ടെലിമാക്കസും. ഒഡീസിയസിന്റെ മിത്രമായി മെന്ററായി നടിച്ച് ടെലിമാക്കസിനെ അഥീന സഹായിക്കുന്നു. പൊസൈഡൺ, സമുദ്രദേവൻ, തന്റെ മകനായ പോളിഫീമസ് എന്ന സൈക്ലോപ്സിനെ അന്ധനാക്കിയതിനാൽ ഒഡീസിയസിനോട് കടുത്ത വൈരത്തിലാണ് പൊസൈഡൺ. ഇതാക്കിയിലേക്കുള്ള ഒഡീസിയസിന്റെ യാത്ര ദുർഘടവും ദീർഘവുമാക്കിയത് ഈ വിരോധമാണ്. നാവിക ജനതയായ ഫിഷ്യന്മാരുടെ രാക്ഷസ ദേവനാണ് പൊസൈഡൻ. ആ ജനതയാണ് ഒഡീസിയസിനെ ഇതാക്കിയിലെത്തുവാൻ സഹായിച്ചത്. സിയൂസ്, ദൈവങ്ങളുടെ രാജാവ്, ഒളിമ്പസ് പർവ്വതത്തിൽ വസിക്കുന്നു. ഭാര്യ ഹിറാദേവി, ജ്ഞാനദേവതയായ അഥീനയുടെ പിതാവ്. മനുഷ്യരുടെ വിധി അളക്കുന്ന തുലാസ് സിയൂസിന്റേതാണ്. ആന്റിനിയസ്, ഒഡീസിയസിന്റെ അഭാവത്തിൽ പെനോലോപ്പിയെ സ്വന്തമാക്കുവാൻ മോഹിച്ച് ഇതാക്കിയിൽ തമ്പടിച്ച കാമപരിശയിലെ ഏറ്റവും വലിയ വഷളൻ. ടെലിമാക്കസിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഒഡീസിയസ് തിരിച്ചെത്തിയപ്പോൾ ആദ്യം കൊന്നത് ആന്റിനിയൂസിനെയാണ്. ലെയർട്ടസ്, ഒഡീസിയസിന്റെ വൃദ്ധനായ പിതാവ്. ഒഡീസിയസിന്റെ അസാന്നിധ്യത്തിൽ ദുഃഖിതനായ ഇതാക്കിയിലെ ഒരു കൃഷിയിടത്തിൽ കഴിയുന്ന ലെയർട്ടിസ് അയാൾ തിരിച്ചു വന്നതോടെ വർദ്ധത വീര്യനായി. യൂമിയോസ്, വിശ്വസ്തനായ ഇടയൻ, ഇതാക്കിയിലേക്കുള്ള മടങ്ങിവരികിൽ ഒഡീസിയസിന് സഹായം നൽകി. യൂറിക്ലിയ, ഒഡീസിയസിന് ടെലിമാക്കസും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ശുശ്രൂഷിച്ച വിശ്വസ്തയായ പരിചാരക. പിതാവിനെ തേടിയുള്ള ടെലിമാക്കസിന്റെ യാത്ര പെനലോപ്പി അറിയാതെ സൂക്ഷിച്ചു. വേഷപ്രച്ഛന്നനായി മടങ്ങിയെത്തിയ ഒഡീസിയസിനെ തിരിച്ചറിഞ്ഞിട്ടും അത് രഹസ്യമാക്കി വെച്ചു. കാലിപ്സോ, ഒഡീസിയസുമായി പ്രണയത്തിലായ അപ്സര സുന്ദരി. 7 വർഷം അവൾ ഒഡീസിയസിനെ തടവുകാരനാക്കി വെച്ചു. സിയൂസ് തന്റെ പുത്രനായ ഹെർമീസിനെ ദൂതനായി അയച്ചപ്പോൾ ഒഡീസിയസിനെ സ്വതന്ത്രനാക്കി. പോളിഫിമസ്, ഒറ്റക്കണ്ണൻ രാക്ഷസന്മാരായ സൈക്ലോപ്പുകളിൽ ഒരാൾ, പൊസൈഡൻ ദേവന്റെ മകൻ. ട്രോയിൽ നിന്നുള്ള മടക്കയാത്രയിൽ തന്റെ ദ്വീപിൽ വന്നുപെട്ട ഒഡീസിയസിനെ അവൻ തടവുകാരനാക്കി. പോളിഫീമസിനെ അന്ധനാക്കി ഒഡീസിയസ് രക്ഷപ്പെട്ടു. പൊസൈഡനുണ്ടായ കോപം ഒഡീസിയസിന്റെ യാത്ര പറഞ്ഞ് 10 വർഷത്തേക്കാക്കി. സെർസി, ഒഡീസിയസിനെയും കൂട്ടാളികളെയും അരയന്നങ്ങളാക്കി മാറ്റിയ സുന്ദരിയായ ദുർദേവത. ഹെർമീസിന്റെ സഹായത്തോടെ സിർസിയുടെ ശക്തി തടഞ്ഞ ഒഡീസിയസ് അവളുടെ കാമുകനായി 1 വർഷം ജീവിച്ചു. തെരിസിയസ്, പാതാളത്തിൽ വസിക്കുന്ന തീപ്സുകാരനായ പ്രവാചകൻ. പാതാളത്തിൽ തന്നെ സന്ദർശിച്ച ഒഡീസിയസിന് അദ്ദേഹം ഇതാക്കിയയിലേക്കുള്ള മാർഗം ഉപദേശിച്ചു. അൽസീനിയസ്, ഫിഷ്യന്മാരുടെ രാജാവ്, ഷെറിയ രാജ്യത്ത് ഒഡീസിയസിനെ അഭയം നൽകി ഇതാക്കിയയിലേക്ക് സുരക്ഷിതമായി അയച്ചു. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ചരിത്ര പ്രസിദ്ധമായ ട്രോജൻ യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരും സ്വന്തം വിഡ്ഢിത്തത്തിന്റെ ഫലമായി മരണമടഞ്ഞവരും ഒഴികെ അവരുള്ളവരെല്ലാം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. അപ്പോഴും ഇതാക്കിയിലുള്ള ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒഡീസിയസിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ട്രോയ് നഗരത്തിന്റെ പതനത്തിനു ശേഷം ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒഡീസിയസിന്റെ പത്നി പെനിലോപ്പിയും പിതാവ് ലെയർട്ടസും മകൻ ടെലിമാക്കസും ആ വീരന്റെ വരവും പ്രതീക്ഷിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്.
ഒഡീസിയസിന്റെ ഭവനം പലവിധ കുഴപ്പങ്ങളുടെ കേന്ദ്രമായിരുന്നു. പ്രിയതമന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ആകാംക്ഷ മാത്രമല്ല പെനിലോപ്പിയെ മതിക്കുന്നത്. പെനിലോപ്പി രാജ്ഞിയെ ഭാര്യയായി കിട്ടുവാൻ മോഹിച്ചുകൊണ്ട് ഒരുപറ്റം ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ആ ഭവനം കയ്യേറിയിരിക്കുകയാണ്. ഈ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ രാജ്ഞി കുറച്ചൊന്നുമല്ല പാടുപെടുന്നത്. ഒഡീസിയസ് തിരിച്ചെത്തുമെന്ന ശുഭവിശ്വാസം മാത്രമാണ് അവരെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. കന്നുകാലികളെ കൊന്നുന്നതിനും മധുരമധുരമായ വീഞ്ഞും കുടിച്ചും തന്റെ സമ്പത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാമപരിശകളെ നിലക്ക് നിർത്തുവാനുള്ള ശക്തി കുമാരനായ ടെലിമാക്കസിനില്ല. ഒഡീസിയസിന്റെയും കുടുംബാംഗങ്ങളുടെയും ദുർഗതി കണ്ട് അഥീനാദേവിയുടെ കരളരിഞ്ഞു. ടെലിമാക്കസിന് വേണ്ട ധൈര്യം നൽകുവാനും അയാളെ സഹായിക്കാനുമായി ദേവി ടാഫിയൻ നേതാവും ഒഡീസിയസിന്റെ കുടുംബ സുഹൃത്തുമായ മെന്ററിന്റെ രൂപത്തിൽ ഇത്താക്കിയിലെത്തി. അതിഥിയുടെ വരവ് അകലെ വെച്ച് തന്നെ ടെലിമാക്കസ് കണ്ടു. ആഗതനെ കണ്ടയുടൻ കുമാരൻ അങ്കണത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിശിഷ്ട സ്ഥലത്തിരുത്തി. ഒരു പരിചാരകൻ സ്വർണപാത്രത്തിൽ ശുദ്ധജലം കൊണ്ടുവന്ന് അതിഥിയുടെ കൈ കഴുകിച്ചു. ഇതിനകം തീൻമേശയിൽ വിഭവ സമൃദ്ധിയും രുചികരമായ ഭക്ഷണ സാധനങ്ങൾ നിരന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും തിന്നും കുടിച്ചും മതിച്ച കാമക വൃന്ദം സംഗീതത്തിലേക്കും നൃത്തത്തിലേക്കും തിരിഞ്ഞു. ആട്ടവും പാട്ടവും ഇല്ലാത്ത വിരുന്ന് മഹോത്സവം പൂർത്തിയാക്കുന്നത് എങ്ങനെ? ടെലിമാക്കസും മെന്ററും പരിചയപ്പെട്ടു. അവിടുത്തെ ബഹളം കണ്ട് മെന്റർ ചോദിച്ചു, ഇതെന്താണ്? ഇവിടെ വിവാഹാഘോഷമോ മറ്റോ നടക്കുന്നുണ്ടോ? സ്വന്തം തറവാട്ട് സ്വത്ത് എന്ന മട്ടിലല്ലേ ഈ കള്ളപ്പരിശകൾ തിന്നും കുടിച്ചും മതിക്കുന്നത്? ടെലിമാക്കസ് വിനീതനായി തന്റെ ദുരന്തകഥ മെന്ററിനെ അറിയിച്ചു. എത്ര ശോചനീയമായ അവസ്ഥ! മെന്റർ തുടർന്നു. കയ്യിൽ ത്രിശൂലവുമായി ഒഡീസിയസ് ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പാഷാണ ഹൃദയരുടെ കഥ കഴിക്കാമായിരുന്നു. അതുപോട്ടെ, ഇവരെ ഇവിടെ നിന്ന് ഓടിക്കുവാൻ വേണ്ട ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് താങ്കളുടൻ ചെയ്യേണ്ടത്. ഈ നാട്ടിലെ പ്രമാണിമാരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുക. ഈ കള്ളപ്പരിശകൾ മടങ്ങിപ്പോകണമെന്ന് താങ്കൾ ശക്തമായി ആവശ്യപ്പെടുക. താങ്കൾ നല്ലൊരു നൗക സംഘടിപ്പിക്കണം. സമർത്ഥന്മാരായ തുടക്കാരെയും കൂട്ടണം. പിതാവിനെ കുറിച്ച് ഏതെങ്കിലും വിവരം കിട്ടുമോ എന്നറിയുവാൻ യാത്ര പുറപ്പെടുക. ദൈവം നിങ്ങളുടെ പിതാവിനെ കുറിച്ച് സൂചന നൽകുവാതിരിക്കില്ല. നിങ്ങളുടെ പിതാവ് മരിച്ചിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുക. ഒരു ദ്വീപിൽ അദ്ദേഹം തടവുകാരനായി ഇരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അന്വേഷണം ആരംഭിക്കുക. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്ന പക്ഷം പുനഃസമാഗതമതിനായി 1 വർഷം കൂടി കാത്തിരിക്കാം. അദ്ദേഹത്തിന്റെ മരണ വൃദ്ധാന്തമാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാം. പിന്നീട് സമരം കൊണ്ടോ തന്ത്രോപയോഗത്താലോ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നവരെ കാമുകന്മാരെയും ഒന്നടങ്കം നശിപ്പിക്കണം. നിങ്ങൾക്ക് ചെറുപ്പമാണ്, നിങ്ങൾ ധീരനാണ്. സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിച്ച് തലമുറകളോളം ഒളിമ മങ്ങാതെ നിൽക്കുന്ന യശസ് നേടുക. എനിക്ക് പോകുവാൻ സമയമായി. കുറച്ചു നേരം കൂടി തന്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ തങ്ങണമെന്ന് പാരിതോഷങ്ങൾ സ്വീകരിക്കണമെന്നും ടെലിമാക്കസിന്റെ അഭ്യർത്ഥന വിനയപൂർവ്വം നിരസിച്ചുകൊണ്ട് മെന്റർ യാത്രയായി. അഥീനാദേവിയുടെ സന്ദർശനം ടെലിമാക്കസിന്റെ ഹൃദയത്തിൽ ധൈര്യവും ആത്മവിശ്വാസവും നിറച്ചു. ടെലിമാക്കസ് തന്നോട് തന്നെ ചോദിച്ചു, എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അനശ്വര ദേവകളിൽ ഒരംഗമല്ലേ? അതേ എന്ന് തന്നെ ആ യുവാവ് വിശ്വസിച്ചു. ടെലിമാക്കസ് വികാരധീനനായിരുന്നു. പലവിധ ചിന്തകൾ അദ്ദേഹത്തെ മതിച്ചു. രാത്രി വളരെ വൈകുന്നതുവരെ അഥീനാദേവി നിർദ്ദേശിച്ച യാത്രയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ക്രമേണ ഗാഠനിദ്രയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. നേരം പുലർന്നു. ടെലിമാക്കസ് വേഷഭൂതാദികൾ അണിഞ്ഞ് ഒരു യുവദേവനെ പോലെ ശയനമുറിയിൽ നിന്നും പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പൗരമഹാസമ്മേളനത്തിന് ഏർപ്പാടുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പ്രജകൾ യഥാസമയം വന്നു ചേർന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന ടെലിമാക്കസ് തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. സദസ്സിനെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ശത്രുക്കളുടെ ആക്രമണങ്ങളെപ്പറ്റിയോ പൊതു പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ചോ എനിക്ക് നിങ്ങളോട് പറയുവാനൊന്നുമില്ല. ഞാൻ വളരെ ദയനീയമായ ഒരു പരിതസ്ഥിതിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്റെ ഭവനം ഒരു കലാപരംഗവുമായി മാറിയിരിക്കുകയാണ്. നമുക്കേവർക്കും പ്രിയപ്പെട്ടവനായ എൻ്റെ അഭിവാദ്യ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം നിങ്ങൾക്ക് ബഹുമാന്യനായ ഒരു പിതാവിനെ പോലെ ആയിരുന്നില്ലേ? അദ്ദേഹം ജീവിച്ചിരിക്കുന്നോ മരിച്ചുപോയോ എന്നുപോലും എനിക്കറിയില്ലേ. മറ്റൊന്നെന്തെന്നാൽ എൻ്റെ മാതാവിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനവരെ നിർബന്ധിച്ചുകൊണ്ട് അവരുടെ ഹിതത്തിന് വിപരീതമായി ഒരു കൂട്ടം കാമുകന്മാർ ഈ ഭവനത്തിൽ വലിഞ്ഞു കയറി വന്ന് ഇവിടുത്തെ ശാന്തിയും സമാധാനവും സമ്പത്തും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ പിതാവായ ഐക്യൂറിയസിന്റെ സമീപം ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തുവാൻ ഇവർ തയ്യാറാകുന്നുമില്ല. അതിനു പകരം ഈ ഭവനത്തിൽ അടിഞ്ഞുകൂടി എൻ്റെ കാൽവർഗത്തെ കൊന്ന് തിന്നുകയും എൻ്റെ വീഞ്ഞു കുടിച്ച് മധോന്മത്തരായി ബഹളമുണ്ടാക്കുകയും ചെയ്യും. ഒഡീസിസിനെ പോലെ ശക്തനായ ഒരാൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുവാൻ കഴിയുന്നുമില്ല. സിയൂസ് ഭഗവാനോടും തെമീസിനോടും അപേക്ഷിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയൂ.
ഇവിടെ കൂടിയിട്ടുള്ള പല മാന്യന്മാരുടെയും പുത്രന്മാർ ഈ കാമുക വൃന്ദത്തിൽ പെടുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ടെലിമാക്കസ് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആസനത്തിലിരുന്നു. അല്പനേരം അന്തരീക്ഷത്തിൽ മൗനം തളം കെട്ടി നിന്നു. പിന്നീട് ആന്റിനിയോസ് എഴുന്നേറ്റ് ഇപ്രകാരം മറുപടി നൽകി. ടെലിമാക്കസ്, നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനാവുന്നില്ല അല്ലേ? നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തു. പക്ഷെ ആരാണ് അപരാധങ്ങൾ? നിങ്ങളുടെ അമ്മ തന്നെയല്ലേ? നിഷ്പക്ഷമായി ആലോചിച്ച് നോക്ക്. അവർ 4 കൊല്ലമായി ഈ രാജ്യവാസികളെ ഒന്നാം കടക്കം കബളിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവർ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ കൊടുത്തു. പ്രവൃത്തിയോ നേരെ മറിച്ച്. ഇതിവിടുത്തെ ന്യായമാണ്. അവർ സ്വഭവനത്തിൽ ഒരു വലിയ നെയ്തുറി സ്ഥാപിച്ചു. ഏറ്റവും നേർമയുള്ള തുണിത്തരങ്ങൾ നെയ്തുകൊണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതോ, എന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ ഞാൻ വിശേഷപ്പെട്ട ഒരു വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുകയാണ്. പാടുപെട്ട് നൂലെടുത്ത നൂൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഈ വസ്ത്രം നെയ്തെടുത്തതിനു ശേഷമേ ഞാൻ വിവാഹം ചെയ്യുകയുള്ളൂ. എന്നിട്ട് അവർ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാത്തതല്ലല്ലോ. പകൽ മുഴുവൻ തുണി നെയ്യും. രാത്രിയിൽ നെയ്ത് കഴിഞ്ഞതെല്ലാം അഴിച്ചു കളയും. പിന്നെങ്ങനെയാണ് നെയ്ത് തീരുക? ആദ്യമൊന്നും ഈ കള്ളത്തരം ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ എത്ര കാലമാണ് പൊതുജനങ്ങളെ കബളിപ്പിക്കുക? ഒടുവിൽ ഞങ്ങൾ ആ രഹസ്യം കണ്ടുപിടിച്ചു. നിങ്ങളുടെ അമ്മ ആ വസ്ത്രത്തിന്റെ നൂലുകൾ അഴിച്ചു മാറ്റുന്നത് ഞങ്ങൾ ഒളിച്ചു നിന്ന് കണ്ടു. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി. ഇഷ്ടമുണ്ടായിട്ടില്ലെങ്കിൽ പോലും ആ ജോലി പകർത്തിയെടുക്കുവാൻ അവർ നിർബന്ധിതയായി. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ. നിങ്ങളുടെ മാതാവിനെ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. അവരുടെ പിതാവ് തിരഞ്ഞെടുക്കുന്നതിനോ അവർക്ക് ഇഷ്ടപ്പെടുന്നോ ആയ ആരെയെങ്കിലും വിവാഹം കഴിക്കുവാൻ അവരെ നിർബന്ധിക്കുക. ഇനിയും ഏറെക്കാലം ഈ രാജ്യത്തിലെ യുവജനങ്ങളെ കബളിപ്പിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നിങ്ങളുടെ ഭവനത്തിൽ തന്നെ കഴിഞ്ഞുകൂടി നിങ്ങളുടെ ചെലവിൽ നിന്നും കുടിച്ചു രസിക്കുവാൻ തന്നെയാണ് ഞങ്ങളുടെ ഭാവം. ആ ഭവനത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താത്ത സദസ്യരെ ഒഡീസിയസിന്റെ സുഹൃത്തായ മെന്റർ അലബലിച്ചു. ഓഡിസിയസ് ട്രോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭവന സംരക്ഷണ ചുമതല മെന്ററിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ടെലിമാക്കസ് ശക്തമായ ഭാഷയിൽ തന്നെ കാമക വൃന്ദത്തോട് ഭവനം വിട്ടുപോകുവാൻ ആജ്ഞാപിച്ചു. ആസന്നമായിരിക്കുന്ന വിപത്തിനെ അതിനെക്കുറിച്ച് ഹാലിത്തീഷ്യസ് മസ്റ്റോഡിയസ് എന്ന ഭാവത്തിൽ വയോവധകനായ ശബ്ദ വിദഗ്ധൻ മുന്നറിയിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതിഥികൾ അവരുടെ നിലപാടിന് ഉറച്ചു നിന്നതേയുള്ളൂ. വാദകോലാഹലങ്ങൾക്കിടയിൽ സമ്മേളനം അവസാനിക്കുകയും ചെയ്തു. സമ്മേളനാനന്തരം ടെലിമാക്കസ് ഏകനായി സമുദ്രതീരത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് അയാൾ അഥീനാദേവിയോട് പ്രാർത്ഥിച്ചു. ദേവി, അവിടെ നിന്നല്ല എന്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ട എന്റെ അച്ഛൻ ഇതുവരെ തിരിച്ചെത്താത്തതിന്റെ കാരണം അന്വേഷിക്കുവാൻ മഞ്ഞുമൂടിയ കടലിലൂടെ യാത്ര ചെയ്യണമെന്ന് ആജ്ഞാപിച്ചല്ലോ. പക്ഷെ അമ്മയുടെ കാമുകന്മാരായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ശിലാഹൃദയന്മാർ അതിനൊക്കെ തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നോട്ട് നീങ്ങുവാൻ അനുഗ്രഹിച്ചാണ്. മെന്ററുടെ രൂപത്തിൽ തന്നെ അഥീനാദേവി പ്രത്യക്ഷപ്പെട്ട് ടെലിമാക്കസിനോട് പറഞ്ഞു. ടെലിമാക്കസ്, ധൈര്യമായിരിക്കുക. ഇനിമേൽ ധൈര്യത്തിന്റെയോ ബുദ്ധിശക്തിയുടെയോ അഭാവം നിനക്ക് അനുഭവപ്പെടുകയില്ല. നീ പെനിലോപ്പിയുടെയും ഒഡീസിയസിന്റെയും പുത്രനാണെങ്കിൽ ഈ സാരംഭത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഈ യാത്ര തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിന്റെ അമ്മയുടെ കാമുക വൃന്ദത്തിന്റെ ജൽപ്പനങ്ങൾക്ക് നീ ചെവി കൊടുക്കുകയേ വേണ്ട. അവരുടെ അന്ത്യം ആസന്നമായിരിക്കും. യാത്രയ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് വേഗമേറിയ ഒരു യാനപാത്രം ഒരുക്കിത്തരാം. ഞാനും നിന്റെ കൂടെ വരാം. നീ വീട്ടിലേക്ക് പോയി വീഞ്ഞ്, തുകൽ സഞ്ചികളെല്ലാം, ബാർലി ഇവ യഥേഷ്ടം സംഭരിച്ചു വെക്കുക. ഞാൻ ആളുകളുടെ ഇടയിൽ നിന്നും മിടുക്കന്മാരായ സന്നദ്ധ സേവകരെ സംഘടിപ്പിച്ചു കൊള്ളാം. ഹൃദയം കലുഷമായിരുന്നുവെങ്കിൽ ധൈര്യത്തോടുകൂടി ടെലിമാക്കസ് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴും അവിടെ വലിഞ്ഞു കയറി വന്ന അതിഥികൾ ആടുകളെ തോലിരിക്കുന്നതിലും പന്നികളെ ചുട്ടു തിന്നുന്നതിലും മദ്യപിക്കുന്നതിലും വ്യാപൃതരായിരുന്നു. ടെലിമാക്കസിനെ അധിക്ഷേപിക്കുന്നതിലും അവർ രസം കണ്ടെത്തി. വിശ്വസ്തരായ വൃദ്ധ പരിചാരിക യൂറിക്ലിയോട് മാത്രം ടെലിമാക്കസ് തന്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. വാർത്തയറിഞ്ഞാൽ അമ്മയുടെ ഹൃദയം തകരുമോ എന്നായിരുന്നു അയാളുടെ സംശയം. ഇതിനിടയിൽ ടെലിമാക്കസിന്റെ രൂപം ധരിച്ച അഥീനാദേവി നഗരത്തിൽ പ്രവേശിച്ച് ഏതാനും സന്നദ്ധ സേവകരെ സംഘടിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഫ്രോണിയോസിന്റെ പുത്രനായ നിയോമോണിനോട് അഭ്യർത്ഥിച്ച് വേഗമേറിയൊരു കപ്പലും ദേവി വാങ്ങി. നാവികന്മാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അഥീനാദേവി ഒഡീസിയസിന്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ മദ്യപാനത്തിലും നൃത്ത നാട്യങ്ങളിലും മുഴുകിയിരുന്ന കാമുക വൃന്ദത്തിന്റെ നയനങ്ങളിൽ നിദ്ര ചൊരിഞ്ഞു കൊടുത്തു. അവർ ആടിയുലഞ്ഞിടറുന്ന കാൽവെപ്പുകളോടെ തങ്ങളുടെ വസ്തുതകളിലേക്ക് ഉറങ്ങുവാനും പോയി. യാത്രയ്ക്ക് വേണ്ട സന്നാഹങ്ങളുമായി ടെലിമാക്കസ് നൗകയുടെ സമീപത്തെത്തി. അഥീനാദേവിയും ടെലിമാക്കസും നാവികന്മാരും കപ്പലിൽ കയറി യഥാസ്ഥാനം ആസന്നനായി. നാവികർ കപ്പൽ തേർക്കൾ അഴിച്ച് പായ്മരങ്ങൾ പ്രവർത്തിപ്പിച്ചു. ഓടിയെത്തിയ കാറ്റ് ആ യാത്ര നൗകയെ മുന്നോട്ട് നീക്കി. തിളങ്ങുന്ന വീഞ്ഞു നിറച്ച ഭരണികൾ നിരത്തി അവർ ദേവഗണങ്ങന്മാർ കർച്ചന നടത്തി. നീലക്കടലിനെ കീറി മുറിച്ചുകൊണ്ട് ആ യാത്ര നൗക മുന്നോട്ട് യോജിച്ചു.